विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा श्रीमहासरस्वत्यै नमः। सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते। यः पृथ्वीभरमारणाय दिविजैः सम्प्रार्थितश्चिन्मयः सञ्जातपृथिवीतले रघुकुले माया मनुष्योऽव्ययः निश्चक्रं हरराक्षसः पुनरगाद् ब्रह्मत्वमाद्यां स्थिरां कीर्तिं पापहरं विधाय जगदां तं जानकीशं भजे. നമ്മളിന്ന് ആ ജടായുവിനെ കണ്ടൊക്കെ കഴിഞ്ഞ് പഞ്ചവടി പ്രവേശം അത് മുതലുള്ള ഭാഗമാണെന്ന് സ്മരിക്കാനുള്ളത്. രാമായണ മാസത്തിൽ മാത്രമല്ലാതെ ഒതുക്കാതെ രാമനാമം എപ്പോഴും ജപിക്കേണ്ടതാണ്. രാമനാമം എന്ന് പറയുന്നത് താരകമന്ത്രമാണ്. നമ്മളെ ഈ സംസാര കടലിൽ നിന്നും കടത്തിവിടാനുള്ള ഒരു മന്ത്രം, മോക്ഷദായകമാണെന്നാണ്. അതുകൊണ്ട് പരമശിവൻ എപ്പോഴും വടക്കുന്നാഥൻ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നത് രാമനാമം മാത്രം. ആ രാമനാമത്തിന് അത്രയും പ്രത്യേകതകളുണ്ട്. രാമനിലേക്കുള്ള യാത്രയാകണം നമ്മുടെ ജീവിതം. രാമപദം പോകാൻ ശ്രമിക്കണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഏതായാലും ഈ സമയത്ത് നമുക്ക് ആ പഞ്ചവടി പ്രവേശം തൊട്ടുള്ള കഥകളൊന്ന് സ്മരിച്ചു പോകാം. പറയണ ജടായും തീരു തൊഴുതുകൊണ്ട് യാത്ര പറഞ്ഞു ഭഗവാനോട്. അതിനുശേഷം പറന്നുപോയി. അപ്പൊ രഘുനാഥനും സുമിത്രാനന്ദനായ ലക്ഷ്മണനും ജനകനന്ദിനിയായ സീതാദേവിയും കൂടെ ആ പുണ്യനദിയായ ഗോദാവരിയിൽ ഇറങ്ങി. എന്നിട്ട് സ്നാനം ചെയ്തു. അവിടെ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്ത് സൂര്യനൊക്കെ ജലം അർപ്പിച്ച ശേഷം അതിൻ്റെ തെക്കേ കരയിലുള്ള പഞ്ചവടിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് പഞ്ചവടി പ്രവേശം. എന്നരുൾ ചെയ്തു ചെന്നു പൊക്കിതു പഞ്ചവടി തന്നിലം മാറു സീതാലക്ഷ്മണ സമേതനായി. സീതയോടും ലക്ഷ്മണനോടും കൂടിയാണ് പഞ്ചവടിയിലേക്ക് എത്തിയത്. പഞ്ചവടി എന്ന് പറഞ്ഞാൽ 5 വടവൃക്ഷങ്ങളുടെ സമൂഹം. അങ്ങനെ 5 വടവൃക്ഷങ്ങൾ അവിടെ ഉണ്ട്. അത് ഒരേ വലിപ്പത്തില് ഒരേ രൂപത്തിലുള്ള 5 അതിൻ്റെ ശാഖോപശാഖകൾ നീട്ടി പന്തലിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പന്തലിച്ച് നിൽക്കുന്നതായ ആ പഞ്ചവടി അതിലെന്താണ്, ചുരുക്കത്തില് വർത്തുളാകൃതിയിൽ ഒരു വട്ടത്തിലാണ് അത്ര നിൽക്കുന്നത്. ആ വട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് പഞ്ചവടി എന്ന പേര് തന്നെ ആ സ്ഥലത്തിന് സിദ്ധിച്ചത്. ആ പഞ്ചവടിയുടെ ഉത്ഭവകഥയൊന്ന് നമുക്ക് പറയണല്ലോ. അത് പല രാമായണങ്ങളിലും വിസ്തരിച്ചിട്ടുള്ളതാണ്. നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഒരിക്കൽ അഹങ്കാരത്തിന്റെ സ്വരൂപമായിട്ടുള്ള മതാന്തരായി ഗന്ധർവന്മാർ 5 പേര്. ആ 5 ഗന്ധർവന്മാരും അവിടെ ആ കാട്ടില് അപ്രതീക്ഷിതമായി വന്ന അഗസ്ത്യ മഹർഷി. ഈ 5 ഗന്ധർവന്മാരും അഹങ്കാരികളായിട്ട് വസിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്കാണ് അഗസ്ത്യമാമുനി വന്നത്. ആ അഗസ്ത്യമാമുനിയെ കണ്ടപ്പോൾ എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ 5 പേര് കൂടി ചുറ്റും വളഞ്ഞു നിന്നു. അഗസ്ത്യനാണെങ്കിൽ ചെറിയ ആളാണ് അല്ലെ, കുംഭസംഭവൻ ചെറിയ ആകൃതിയാണ്. എന്നിട്ട് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി പരിഹാസവും തുടങ്ങി. രോഷാകുലനായിട്ടുള്ള അഗസ്ത്യ മഹർഷി ഇങ്ങനെ ബുദ്ധിയില്ലാതെ അഹങ്കരിച്ച് തൂണുപോലെ നിന്നുകൊണ്ട് ഞങ്ങളെ തടയണില്ലേ, അതുകൊണ്ട് 5 വടവൃക്ഷങ്ങളായി തീരുവിൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ ശപിച്ചു അത്രയും. അങ്ങനെ ആ ശാപഫലമായിട്ട് അവര് വലിയ 5 ആൽമരങ്ങളായി മാറി, പേരാൽമരം. അങ്ങനെ തങ്ങളുടെ അവിവേകം ക്ഷമിച്ച് ശാപം കിട്ടിയപ്പോഴാണ് ബോധം വന്നത്. ഉടനെ തന്നെ അഗസ്ത്യ മഹർഷിയുടെ കാലിൽ വീണ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊരു മുക്തി കിട്ടണം, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, ഒരു കാലത്ത് ഈ സൂര്യവംശത്തിന്റെ രത്നമായ സൂര്യവംശദ്യുമണി, സൂര്യവംശത്തിൽ തന്നെ പ്രകാശിച്ചു ചൊരിയുന്നതായ ശ്രീരാമചന്ദ്രൻ തൻ്റെ പത്നിയോടും സഹോദരനോടും കൂടി ഇവിടെ വരും. വന്നിട്ട് ഇവിടെ ഒരു പർണശാല നിർമ്മിക്കും.
ആ നിർമ്മിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ശോഭമോക്ഷം. പഞ്ചവടിയിൽ നിന്ന് പർണശാല നിർമ്മിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടാനാകുന്നത് എന്ന് അരുളി ചെയ്തിരുന്നു അത്രേ. രാമഭക്തനാണല്ലോ അഗസ്ത്യൻ. അതുകൊണ്ട് അഗസ്ത്യ മഹർഷി ദാശരഥിയെ പഞ്ചവടിയിലേക്ക് അയച്ചു. അഗസ്ത്യനെ കാണുന്നുണ്ട്, കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടോ അഗസ്ത്യ ദർശനം. അദ്ദേഹമാണ് പറഞ്ഞത് പഞ്ചവടിയിലേക്ക് പോകാൻ. താൻ തന്നെ ശ്രമിച്ച ഗന്ധർവന്മാർക്ക് മുക്തി കിട്ടണമല്ലോ, അതിനുള്ളൊരു വഴി കൊടുത്തതായിട്ട് പറഞ്ഞു. ആ 5 വടവൃക്ഷങ്ങളുടെ നടുവിലായിട്ടാണ് അത് ശ്രീരാമൻ തന്നെ തിരഞ്ഞെടുത്ത സ്ഥലം. ലക്ഷ്മണൻ വന്ന് ചോദിക്കുകയാണ്, ലക്ഷ്മണനോട് പറയാണ് രാമൻ, എവിടെയാന്ന് വെച്ചാൽ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് പർണശാല കെട്ടാൻ. അപ്പോ ലക്ഷ്മണൻ പറഞ്ഞു അത് പറ്റില്ല, ജേട്ടൻ എവിടെയാ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ഞാൻ പർണശാല കെട്ടാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സുമിത്രാപുത്രനോട് ആജ്ഞാപിക്കുകയാണ്, ഈ 5 വടവൃക്ഷങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ആശ്രമം കെട്ടാമെന്ന്. ഒരു ചെറിയൊരു ആജ്ഞ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ലക്ഷ്മണൻ. ലക്ഷ്മണൻ എങ്ങനെയാണ് രാമ കൈങ്കര്യം ചെയ്യുന്നത്? കൈങ്കര്യം ചെയ്യുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠം. ഭഗവാന് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് എപ്പോഴും ഭഗവാന്റെ പിന്നിൽ നടന്ന ആളാണ്. ഉടനെ തന്നെ കണ്ടു ഒരു കരിമരം നിൽക്കുന്നു. കരിമരം. ആ കരിമരം കണ്ടപ്പോ വേഗം ആ മരം അങ്ങോട്ട് മുറിച്ചെടുത്തപ്പോഴേക്കും മരം കാണാനില്ല. ആ മരത്തിന്റെ സ്ഥാനത്ത് ഒരു രാക്ഷസ യുവാവിന്റെ ശരീരം. അതെങ്ങനെ? തലയറ്റ രീതിയിൽ, വെറും കബന്ധം, തലയില്ല. ഒരു രാക്ഷസന്റെ ശരീരമായിട്ടാണ് അത്രേ ആ കരിമരം കാണപ്പെട്ടത്. അപ്പൊ അത് ആരുടേതാണ്, എന്താണ് അവിടെ വരാൻ കരുന്നത് എന്ന് ശ്രീരാമന്റെ മനസ്സില് നല്ലോണം ഒന്ന് സൂക്ഷിച്ചു നോക്കിയതേ രാമഭദ്രൻ. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ജ്ഞാനോദയം ഉണ്ടായി. ജ്ഞാനോദയം ഉണ്ടായിട്ട് പകച്ചു നിൽക്കുകയാണ് ലക്ഷ്മണനും സീതയൊക്കെ. ഒരു മരം വെട്ടി അതൊരു മൃതശരീരമായി, അത് തലയുമില്ല. അപ്പൊ ആകെ അങ്ങനെ പരിഭ്രമിച്ചു നിൽക്കുന്ന ലക്ഷ്മണനോടും സീതാദേവിയോടുമായിട്ട് പറയണം, നിങ്ങളാരും ഭയപ്പെടണ്ട, ഇതൊരു രാക്ഷസ യുവാവിന്റെ മൃതഗാത്രമാണ്, അവൻ വധിക്കപ്പെടേണ്ടവനാണ്, അതുകൊണ്ട് തന്നെ അവനെ ഞാൻ വധിച്ചതാണ്. എന്താ കാരണം? ഇവൻ ആരാന്നറിയോ? വരാൻ പോണ ഒരാള് ശൂർപ്പണക. ആ ശൂർപ്പണകയുടെ പുത്രനായ ശംഭുനാഥനാണ്. ശംഭു എന്നുവരായ കുമാരൻ, ശംഭുകുമാരനാണ് ഇവൻ. ഇവിടെ ഇവൻ മൃത്യുഞ്ജയനെ തപസ് ചെയ്തിരിക്കുകയായിരുന്നു. ആരാണ്? എല്ലാ സുരന്മാരും പരമശിവനെയാണ് തപസ് ചെയ്യുക, ബ്രഹ്മാവിനെ അല്ലെങ്കിൽ പരമശിവനെ. കൊടും തപസ്. പരമശിവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മൃത്യുഞ്ജയനായ ആ വടക്കുന്നാഥനെ ഇരുന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വഴി കൂടെ പോയത്രേ വൈദേഹി, നമ്മുടെ സീത. ആ സീതയെ ദൂരത്തിൽ വെച്ച് കണ്ടപ്പോഴേക്കും ഉള്ളില് ദുഷ്ടബുദ്ധിയല്ലേ, അതുകൊണ്ട് ദുഷ്ടവികാരത്തിന് തക്കം കിട്ടുമ്പോൾ സീതയെ എങ്ങനെയെങ്കിലും തന്റെ വശത്താക്കണം എന്ന് വിചാരിച്ച് ഒരു മായാജാലം ഉപയോഗിച്ചു. എന്നിട്ടൊരു മരമായിട്ട് നോക്കി, ഇവിടെ എപ്പോഴെങ്കിലും വരുമല്ലോ സീത, അപ്പൊ താൻ അവളെ സ്വീകരിച്ചു കൊള്ളാമെന്ന്. അതുകൊണ്ടാണ് ഇവൻ ഈ കരിമരമായി നിന്നതും. ആദ്യം ആ മരം തന്നെ ലക്ഷ്മണൻ വെട്ടിയത്. ഉടനെ തന്നെ ലക്ഷ്മണൻ അവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയില് ഈ യുവാവിന്റെ മൃതദേഹം വെച്ചു. എന്നിട്ട് വേറെ തടികൾ വെട്ടിക്കൊണ്ടുവന്നിട്ടാണ് അത്രയും പർണശാല നിർമ്മിച്ചത് എന്ന്. ആദ്യം തന്നെ പർണശാല നിർമ്മിക്കാൻ ഒരു കരിമരം വെട്ടി, ആ കരിമരം ഒരു രാക്ഷസ രൂപമായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ജീവിതം അവിടെ സുഖമല്ല എന്ന് ക്ലീനാക്കി. 13 കൊല്ലം വസിച്ചിട്ടാണെങ്കിലും ആ പ്രദേശം അത്ര നല്ലതല്ല എന്ന്. ഇവിടെ അയോധ്യയിൽ എന്നതുപോലെ തന്നെ ശ്രീരാമൻ സീതയോട് കൂടി സന്തോഷത്തോടെ വാണു. എപ്പോഴും കൈങ്കര്യം ചെയ്യാനായിട്ട് ലക്ഷ്മണനുമുണ്ട്. രാവിലെ എഴുന്നേറ്റ് സരയൂ നദിയിലേക്ക് പോകും. ഇവര് ആ ഗോമതി നദിയിൽ പോയി സ്നാനം ചെയ്യാൻ ചെല്ലും. ആ ചെല്ലുന്ന സമയത്ത് മുൻപില് ശ്രീരാമനും നടുക്ക് സീതയും പിന്നില് ലക്ഷ്മണനുമായിട്ടാണ് അത്ര പോവുക. രാത്രി മുഴുവൻ ആയുധപണിയായിട്ട് ഉറക്കമൊഴിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ ലക്ഷ്മണൻ നിലകൊള്ളും. അങ്ങനെ സീതയെ മധ്യത്തിലാക്കിയിട്ട് ഗോമതി നദിയിൽ ചെല്ലുകയും സ്നാനം ചെയ്യും. അവിടെ പോയിട്ട് അർഘ്യപാദാദികളൊക്കെ ചെയ്ത ശേഷം തിരിച്ചു വരുമ്പോൾ ഇവർക്കുള്ള ജലവും ഫലമൂലങ്ങളും എടുത്തുകൊണ്ട് വരുന്നത് ലക്ഷ്മണനാണത്രേ. അങ്ങനെ പഞ്ചവടിയിലെ ആ താമസത്തിനിടയിൽ
കുറെ രാക്ഷസന്മാർ വന്നു, ഒറ്റയ്ക്കും വന്നു, കൂട്ടുകൾ കുറെ ആൾക്കാരായിട്ട് വന്നവരെ ഉപദ്രവിക്കാൻ പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇവിടെ കണ്ടോ, ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രാക്ഷസാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. അപ്പോ ലക്ഷ്മണനെ പറയണം, നീ തന്നെയാണ് എനിക്ക് ആ ദശരഥന്റെ പുത്രൻ എന്നുള്ളത്. വാൽമീകി രാമായണത്തിൽ അങ്ങനെ പറയും, നീയാണ് എനിക്ക് നിന്നെ എങ്ങനെയാണ് സന്തോഷം പറയുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ ആലിംഗനം ചെയ്യുമത്രേ ശ്രീരാമഭദ്രൻ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ലക്ഷ്മണൻ ചോദിക്കുകയാണ്, ഭഗവാനോട് ചോദിക്കുന്നു. ആ ലക്ഷ്മണോപദേശമാണ് ഇതിന്. അത് പ്രസിദ്ധമായ ലക്ഷ്മണോപദേശം കുറച്ച് വിസ്തരിച്ച് നോക്കാം. ലക്ഷ്മണൻ ഒരു ദിവസം ശ്രീരാമചന്ദ്രന്റെ സമീപത്ത് ചെന്നു. അദ്ദേഹത്തെ തൊട്ട് വന്ദിച്ചു. എന്താണ് അമ്മ പറഞ്ഞിട്ടുണ്ട്, സുമിത്ര, രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യാം അടവീം വിധി ഗച്ഛതാദ യഥാസുഖം എന്ന് പറഞ്ഞിട്ടാണ് വിട്ടിരിക്കുന്നത്. സുമിത്ര ജ്ഞാനമുള്ളവളാണ്, അതുകൊണ്ട് പറഞ്ഞു കൊടുത്തു. സാധാരണ അർത്ഥം എന്താ? രാമനെ ദശരഥനായി കരുതിക്കൊള്ളൂ. അപ്പൊ പിതാവിനെ നമസ്കരിക്കേണ്ട ഒരു ചുമതലയുണ്ടല്ലോ, അതുകൊണ്ട് നിത്യം രാമനെ വന്ദിക്കണം. രണ്ടാമത് ജനകാത്മജ, ഞാനാണെന്ന് കരുതൂ. അപ്പൊ മാതാവിനെയും വന്ദിക്കണ്ടേ, അതുകൊണ്ട് ദിവസവും മാതാവിനെയും വന്ദിക്കണം. പിന്നെ എന്താണ് പറഞ്ഞ, അയോധ്യ മടവീം വിധി, ആ കാട് തന്നെയാണ് അയോധ്യ എന്ന് വിചാരിച്ച് രാമന്റെ കൂടെ പോയിട്ട് വരൂ എന്നാണ് പറഞ്ഞത്. വേറൊരർത്ഥമൊക്കെ ഉണ്ട്, ഏതായാലും സാക്ഷാൽ അർത്ഥം ഇങ്ങനെ. ആ സമയത്ത് ജ്യേഷ്ഠനെ പാദനമസ്കാരം ചെയ്തു അത്രേ. പാദനമസ്കാരം ചെയ്തിട്ട് ലോകത്തിന്റെ നിഗൂഢ തത്വം, ആ നിഗൂഢ തത്വം അന്വേഷിക്കാനുള്ള ഒരു വാസന ഇവിടെ ഉണരാൻ എളുപ്പമായി. ത്രിതജ പഞ്ചവടിയും പരിസരവും അവിടെ ഇരിക്കുമ്പോഴാണ് ലോകത്തിന്റെ പരമാർത്ഥ തത്വം എന്താണെന്ന് അറിയാനുള്ളൊരു വെമ്പല് നമ്മുടെ ലക്ഷ്മണ സ്വാമിക്കുണ്ടായത്. ആ ലക്ഷ്മണ സ്വാമി എന്താണ്, ദിനചര്യകളുടെ ചിട്ട വരികയാണ് അല്ലേ. രാവിലെ ദിവസവും ഇവര് ഗോമതി നദിയിൽ പോകും, സ്നാനം ചെയ്യും, അവിടുന്ന് ജലമെടുത്തു കൊണ്ടുവരും. ലക്ഷ്മണൻ ഇവർക്ക് വേണ്ടി കായകളും പഴങ്ങളും ഒക്കെ കൊണ്ടുവരും. അങ്ങനെ പ്രശാന്തമായൊരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിലാണ് ഇവർക്ക് ഉള്ളിൽ ഇങ്ങനെ തോന്നുന്നത്. അപ്പൊ എന്തായി, മുക്തി മാർഗത്തെ പറഞ്ഞു തരണം. മുക്തി എങ്ങനെയാ കിട്ടുക? ഒരാള് മുക്തനാകണം. മുക്തനാകണമെങ്കിൽ എങ്ങനെയാവാം? മനസ്സുകൊണ്ട് വേണം മുക്തനാകാൻ. ബദ്ധനാണ്, ഞാൻ മുക്തനാണ് എന്നുള്ള വിചാരമൊക്കെ വെറുതെയാ. ഏതായാലും മുക്തിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. അത് ഞാൻ ആരാണ്? അതിന് യോഗ്യത എനിക്കുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ രാമഭക്തനല്ലേ, ഭഗവാന് കൈങ്കര്യം ചെയ്യുന്ന സേവകനല്ലേ. അപ്പൊ എനിക്ക് മുക്തിമാർഗം ഉപദേശിക്കാൻ സാധിക്കും അങ്ങക്ക്. അതുകൊണ്ട് എനിക്ക് മുക്തിയുടെ മാർഗം ഉപദേശിച്ചു തരണം. മാത്രമല്ല അജ്ഞാനം നീങ്ങണം. അജ്ഞാനം എന്നൊന്നുണ്ട്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അവിദ്യ, അറിവില്ലായ്മ എന്നർത്ഥം. അറിയേണ്ടതിനെ അറിയാൻ പറ്റാതെ ഒരു തടസ്സം. അറിയാനുള്ള ചിത്വസ്തു ജ്ഞാനസ്വരൂപനായ ഭഗവാനെ അറിയാൻ അജ്ഞാനം കൊണ്ട് അറിയുന്നു. പക്ഷെ അജ്ഞാനം ഉള്ളവനും ഉപദേശിക്കാം. സാധാരണ ഒരു ചൊല്ലുണ്ട്, അജ്ഞാനേന ആവൃതം ജ്ഞാനം. അജ്ഞാനം കൊണ്ട് മറയ്ക്കപ്പെട്ടതാണ് ജ്ഞാനം. ആ അജ്ഞാനത്തിനെ ഇങ്ങനെ പോക്കി മറ നീക്കിയാലോ തെളിയും അല്ലെ. ഒരു പശുണ്ട്, പാലുണ്ടെന്ന് അറിയാം, പശുവിന്റെ അകട്ടിൽ നിന്ന് പാല് കിട്ടുമെന്ന് അറിയാം. പക്ഷെ അത് എങ്ങനെ സമീപിച്ചാലാണ് ആ പാല് കറന്നെടുക്കാൻ അറിയാന്നുള്ള ജ്ഞാനമുള്ളവനല്ലേ അത് എടുക്കാൻ പറ്റുള്ളൂ. ആ ജ്ഞാനം വരണം. അതുപോലെ ഈ മുക്തിക്കുള്ള ജ്ഞാനം വേണം. അപ്പൊ എനിക്ക് ജ്ഞാനം തന്നെ വിശേഷജ്ഞാനമായിട്ട് മാറുന്നു. വിജ്ഞാനം, അങ്ങനെ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതൊന്നും സത്യമല്ല, ഈ കാണുന്നതൊന്നും ശാശ്വതമല്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങളോടും വസ്തുക്കളോടും വലിയ അടുപ്പം വേണ്ട എന്നുള്ളൊരു വിരക്തി വരണം. ഈ ചിഹ്നമെല്ലാം എങ്ങനെയാണ് വരിക? മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ആ മാനസ സന്തോഷം ഉണ്ടാകണം.
അതെന്താ അങ്ങയോട് ചോദിക്കുന്നത് ജ്യേഷ്ഠ എന്ന് വെച്ചാൽ, അങ്ങല്ലാത്ത ഒരാള് ഇതിനുള്ള മറുപടി പറയാൻ സാധ്യമല്ല. കാരണം മുക്തിയുടെ കേന്ദ്ര ബ്രാഹ്മൻ എന്ന് പറഞ്ഞാൽ തന്നെ താരകനാണ്, നമ്മളെ സംസാരത്തിൽ നിന്ന് തരണം ചെയ്യിപ്പിക്കുന്നവൻ. അദ്ദേഹത്തിനോട് ചോദിക്കുന്നതല്ലേ കൂടുതൽ വിശേഷം എന്ന് പറഞ്ഞപ്പോ ലക്ഷ്മണനോട് ആനന്ദത്തോടുകൂടി മറുപടി ചെയ്യാൻ പുറപ്പെട്ടു അത്രേ ശ്രീരാമൻ. എന്താ പറഞ്ഞത്? അതിഗുഹ്യമാണ്, രഹസ്യമാണിത്. രഹസ്യമായിട്ട് എന്താ ഈ ജ്ഞാനം ഉപദേശിക്കുമ്പോഴേ കേൾക്കാൻ അർഹതയുള്ളവന് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അല്ലാത്തവന് പറയുന്ന ജ്ഞാനം വെറുതെയാണ്. ഞാൻ ചെറിയൊരു കഥ ഇത്തവണ തന്നെ എഴുതിയത് പറയാം. ഒരു യജമാനൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നല്ലൊരു പൂന്തോപ്പ്, അതിൽ നിറച്ച് വൃക്ഷങ്ങളും, മാന്തോപ്പ് തന്നെ, നിറച്ച് മരങ്ങളുണ്ട്, പലതരം മാമ്പഴങ്ങൾ കാച്ചിരിക്കുന്നു. അതിലെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള പഴം ഏതാണ് എന്ന് അറിയാം ഇദ്ദേഹത്തിന്. ആ സ്വീറ്റ് ആയിട്ടുള്ള പഴം മുത്ത് വരണം എന്നൊക്കെയാണ് തനിക്ക് എടുക്കാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു തത്ത ആ തോട്ടത്തിൽ കയറി നല്ല മധുരമായ പഴങ്ങളൊക്കെ കൊത്തി കൊത്തി തിന്നാം. ഇത് കണ്ടപ്പോഴത്തേക്കിനെ സഹിച്ചില്ല. ഒരു പഴം തിന്നപ്പോ സാരമില്ലെന്ന് വെച്ചു. ഇത് എല്ലാ പഴത്തിനെയും കൊത്തുന്നു, തിന്നുന്നു, താഴ്ത്തുന്നു. ഇത് കണ്ടപ്പോ ദേഷ്യം യജമാനൻ വേഗം വല വിരിച്ച് ആ പക്ഷിയെ പിടിച്ചു. പക്ഷിയെ പിടിച്ചു കൊണ്ടുവന്ന് ഒരു കൂട്ടിലിട്ടിട്ട് നീ അവിടെ കിടക്ക് എന്ന് പറഞ്ഞു. തത്തയ്ക്ക് സംഭാഷണം ചെയ്യാറിയാലോ. അപ്പൊ തത്ത പറഞ്ഞേ, യജമാന എന്നെ അഴിച്ചു വിടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 3 കാര്യം പറഞ്ഞു തരാം, 3 അറിവ്, 3 ജ്ഞാനം പകർന്നു തരാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ജ്ഞാനം അറിയാമെന്ന് എല്ലാവർക്കും ഇഷ്ടമല്ലേ, അറിയാത്ത കാര്യം അറിയാൻ എല്ലാവർക്കും സന്തോഷമാണ്. അതും ഗുഹ്യം രഹസ്യമാ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. വേഗം തുറന്നു വിട്ട പക്ഷി കുറച്ച് ദൂരെ ചെന്ന് ഒരു മരത്തിൽ കയറിയിരുന്നു. ആ മരത്തിൽ കയറി ഇരുന്നിട്ട് പറയണതാണ്, ഒന്നാമത്തെ ജ്ഞാനം എന്താണെന്നറിയാവോ? കിട്ടാൻ പറ്റാത്ത വസ്തുവിനെ കിട്ടാൻ വേണ്ടി ശ്രമിക്കരുത്. രണ്ടാമത്തെ തത്വം എന്താണെന്നറിയോ? അസംഭവ്യമായ കാര്യത്തിനെ വിശ്വസിക്കരുത്. മൂന്നാമത്തേത് എന്താണ്? കിട്ടാത്തതിനെ ചൊല്ലി ദുഃഖിക്കരുത്. ഈ 3 കാര്യം, 3 തത്വം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു, ജ്ഞാനം തന്നു എന്ന് പറഞ്ഞപ്പോ അയാൾ അതൊക്കെ ഒന്ന് എഴുതിയെടുത്തു. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, എഴുതി വെക്കും. പ്രായോഗിക ജ്ഞാനം ഉണ്ടാവണമെന്നില്ല, അത് എഴുതി വെച്ചു. 4-5 വർഷം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് ഈ തത്ത ദൂരേന്ന് വിളിച്ചു, യജമാന ഒരു കാര്യം കേട്ടോ. അപ്പൊ എന്ത് കാര്യമാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ ഉള്ളിലെ ചെറുനാരങ്ങയുടെ വലിപ്പത്തില് ഒരു മുത്തുണ്ട്. ആ മുത്ത് അങ്ങക്ക് കിട്ടുകയാണെങ്കിൽ 1 കോടി ധനം കിട്ടും, 1 കോടി രൂപ. ഇത് പറഞ്ഞതോടുകൂടി ആ എഴുത്തും കടലാസം വെച്ചു. പക്ഷിയുടെ പിന്നാലായി പോക്ക്. 1 കോടി പണത്തിന്റെ ഒരു മുത്താണ് ഈ പക്ഷിയുടെ ഉള്ളിലെന്ന പക്ഷി പറഞ്ഞിരിക്കണേ. വേഗം വന്നപ്പോഴേക്കും പക്ഷി എന്ത് ചെയ്തു? ഇയാൾ വരണത് കണ്ടപ്പോ തന്നെ മരത്തിന്റെ കൊമ്പത്ത് കയറി. അയാൾ മരത്തിലേക്ക് വലിഞ്ഞു കയറിയിട്ട് എത്തണില്ല. അപ്പൊ കിട്ടാക്കനി അന്വേഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പോയി. പിന്നെയും അത് വലിയ കൊമ്പത്തിലേക്ക് കയറി, പിന്നെയും കൊമ്പത്തിലേക്ക് കയറിയിട്ട് കൊമ്പിന്റെ ഈ അറ്റത്ത് പോയിരുന്നു, ചില്ലയുടെ അറ്റത്തിന് പോയി നിന്നു. ഇയാള് തൊത്തിപ്പിടിച്ച് കഷ്ടപ്പെട്ടിച്ച് കേറിയിട്ട് ആ ചില്ല അങ്ങോട്ട് പിടിച്ച് പക്ഷിയെ പിടിക്കാൻ പറഞ്ഞിട്ടേക്ക്, പക്ഷിക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതിന് 2 ചിറകുണ്ടല്ലോ, അത് പറന്നു പോയി എന്ന് പറഞ്ഞപ്പോ ഇയാൾ ആ ചില്ലയിൽ പിടിച്ചു തൂങ്ങിയില്ലേ, ഇതാ കിടക്കുന്നു നിലത്ത് എന്ന് പറഞ്ഞില്ലേ. വീണപ്പോ ശരീരമൊക്കെ വേദനിച്ച് വിഷമിച്ചിട്ട്, ഞാൻ കാണിച്ചു തരാം നിന്നെ എന്നൊക്കെ ഈ തത്തയോട് പറഞ്ഞു. അപ്പൊ തത്ത പറഞ്ഞ, എടാ മൂടാ, ഗുഹ്യമായ രഹസ്യമായ ഒരെണ്ണം പറഞ്ഞു തരണമെങ്കിലേ ആ ജ്ഞാനോപദേശം പറയാൻ യോഗ്യത വേണം. നിനക്ക് യോഗ്യതയില്ല, നീ മൂടനാ. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാ, കിട്ടാത്തതിനെ ചൊല്ലി ദുഃഖിക്കരുത്. രണ്ടാമത്, സംഭവിക്കാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് വിശ്വസിക്കരുതെന്ന് പറഞ്ഞില്ലേ. ഞാൻ ഇത്രയേ ഉള്ളൂ പക്ഷി. എൻ്റെ ഉള്ളിൽ ചെറുനാരങ്ങയെ പോലെ ഒരു മുത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കോ? ഏതെങ്കിലും പൊട്ടന്മാരല്ലേ വിശ്വസിക്കുള്ളൂ? നീ മഹാമൂഢൻ തന്നെയാണ്. പിന്നെ കിട്ടാത്തതിനെ ചൊല്ലി സങ്കടപ്പെടരുത് എന്ന് പറഞ്ഞത് എത്ര ശരി. നിനക്ക് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് മറന്നുപോയത്ര. ഇവിടെ ഭഗവാൻ പറയാണ്, എന്താണ്? ആദ്യം തന്നെ ആ ജ്ഞാനം ഉപദേശിക്കാൻ അർഹതയുള്ളവനോട് മാത്രമേ ഉപദേശിക്കൂ. അതുകൊണ്ട് ഞാൻ നിനക്ക് ജ്ഞാന സാധനം എന്താണെന്ന് പറഞ്ഞു തരാം
എന്നിട്ട് ശ്രീരാമഭദ്രൻ പറയാണ്, വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമായ ആത്മസ്വരൂപത്തെയും ചൊല്ലിടുന്നു. പറയാം, ഞാൻ അറിയേണ്ടതായ പരമാത്മസ്വരൂപം, ആ പരമാത്മസ്വരൂപം, മുക്തിപ്രദനായ പരമാത്മാവിന്റെ പരമാർത്ഥ സ്വരൂപം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അതിന് ആ പരമാത്മസ്വരൂപം അറിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് ആ മായാബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞു. എന്താണ്? ഈ ദേഹാദി വസ്തുക്കളുണ്ടല്ലോ, അത് ആത്മാവല്ല. മനസ്സാണോ ആത്മാ? അല്ല. ശരീരമാണോ ആത്മാ? അല്ല. ഈ ഇന്ദ്രിയങ്ങളാണോ ആത്മാ? അല്ല. അങ്ങനെ ശരീരാദികളായ വസ്തുക്കളിൽ ആത്മാവാണ് എന്നൊരു ബോധമാണ് അജ്ഞാനം. ശരീരമാണ് ആത്മാവെന്ന് വിചാരിച്ച് ഈ ശരീരത്തിന്റെ സമ്പുഷ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പാടുപെടുന്നത്. നല്ല വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചാൽ നല്ലതാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ടത്. അപ്പോഴാണ് ഇപ്പം പറയുന്നത് നല്ല ചൂടുവെള്ളം കുടിച്ചാലോ നല്ലതാ ചൂടുവെള്ളം. ഈ ശരീരത്തെ പോറ്റാൻ, ഈ ശരീരത്തിൽ നമ്മളെ പറ്റിക്കില്ലേ, നമ്മളെ ഇട്ട് പോകുന്നത്. അപ്പൊ വാസ്തവത്തില് ആ ശരീരാദികളെ ആത്മാവാണെന്ന് ധരിക്കുന്നുണ്ടല്ലോ, അത് യാതൊന്നാണോ? അതിനെ ആത്മാവാണെന്ന് നമ്മൾ ധരിച്ചാൽ അത് മായയാണ് എന്ന് നിർണയിക്കാം. മായ എന്ന് പറഞ്ഞാൽ മായ, ഇല്ലാത്തതാണ് മായ. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുക, ഉള്ളതിനെ മറയ്ക്കുക. ഇത് രണ്ടുമാണ് മായയുടെ സ്വഭാവം. ഉള്ളതിനെ മറച്ചയ്ക്കുക, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് അങ്ങനെ തോന്നിപ്പിക്കുക. അത് മായയാണ്. തെറ്റായിട്ടുള്ള ഒരു അറിവ് എന്നൊക്കെ പറയാൻ നോക്കേ, സത്യമല്ലാത്ത ഒരു അറിവ്, അതാണ് ഈ മായ. ഇരുട്ടത്തെ ഒരു തൂണ് കണ്ടു, ആ തൂണ് കണ്ടപ്പോ ഒരു മനുഷ്യനാ നിൽക്കുന്നത് എന്ന് അങ്ങോട്ട് ധരിച്ചു. അത് കള്ളനാണ് എന്ന് മനസ്സിൽ തോന്നി. പിന്നെ ഇയാൾക്ക് ഇരിക്കപ്പുറത്തിട്ടോ ആകെ അങ്ങോട്ട് പടഞ്ഞു, പരിഭ്രമിച്ചു. പെട്ടെന്നാണ് ലൈറ്റ് വന്നു. ലൈറ്റ് വന്നപ്പോഴോ അവിടെ മനുഷ്യനല്ല തൂണാണ് എന്ന് തിരിച്ചറിഞ്ഞു. നമ്മൾ സാധാരണ വേദാന്തത്തിൽ പറയുമ്പോൾ പറയും, ഇരുട്ടിൽ കയറിനെ പാമ്പ് എന്ന് കരുതി. പാമ്പ് എന്ന് കരുതണമെങ്കിൽ മുമ്പ് പാമ്പിനെ കണ്ടിട്ടുണ്ടാവണമല്ലോ. ആദ്യം പാമ്പിനെ കണ്ട ഒരാൾക്കല്ലേ പാമ്പ് എന്നുള്ളൊരു തോന്നൽ വരുള്ളൂ. ആ കയറ് കിടക്കണ കണ്ടപ്പോ അത് പാമ്പാണെന്ന് കരുതി. ആ പാമ്പാവണെന്ന് കരുതുന്നത് മായയാണ്. വാസ്തവത്തിൽ അവിടെ ഉള്ളത് ഏതാ? കയറാണ്. ആ കയറിനെ മറച്ചു മായ, ആവരണം ചെയ്തു, മറച്ചു വെച്ചു. മായ ആ കയറിനെ മറച്ചു. ഇയാൾ പണ്ടെങ്ങാനും ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ട്, നീളത്തിൽ ഈ കിടക്കുന്നത് കണ്ടപ്പോൾ അത് പാമ്പാണെന്ന് കരുതി. അപ്പൊ ശരിയായിട്ടുള്ള കയറിന്റെ സ്വരൂപത്തെ മറച്ചു വെച്ചു. ഇത് മായയുടെ ആവരണം എന്നതിനെ പറയാം. ഇല്ലാത്ത പാമ്പ് ഉണ്ടെന്ന് ധരിച്ചു. അവിടെ പാമ്പില്ലല്ലോ, ഉണ്ട് എന്ന് ധരിച്ചുവല്ലോ, അതാണ് വിക്ഷേപം. അപ്പൊ മായയുടെ രണ്ട് രൂപങ്ങളാണ് ആവരണവും വിക്ഷേപവും. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുന്നത് വിക്ഷേപം, ഉള്ളതിനെ മറിച്ചു കളയുന്നത് ആവരണം. അപ്പൊ ഭയം ഉളവാക്കുന്നത്, ദുഃഖ കാരണം എന്താണ്? ദുഃഖ കാരണമാണ് ഇതൊക്കെ. ഈ മായ എന്നത് നമ്മളെ ദുഃഖമുണ്ടാക്കും. മായയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്താ? ഭഗവത് സ്വരൂപത്തെ അറിയുന്നത് മാത്രമാണ്. ബ്രഹ്മം മാത്രമാണ് അത്രേ സത്യമായിട്ടുള്ളത്. അതിനെ മായ ആവരണ ശക്തി കൊണ്ട് മറച്ചു കളഞ്ഞിരിക്കുക. നമ്മുടെ ഉള്ളിലൊക്കെ ആത്മസ്വരൂപമുണ്ട്, പക്ഷെ ആത്മസ്വരൂപത്തെ മറച്ചിരിക്കുകയാണ് മായ എന്നത്. ഈ ലോകത്തിൽ കാണപ്പെടുന്ന വ്യക്തവും അവ്യക്തവുമായത്, അതായത് സ്ഥൂല സൂക്ഷ്മങ്ങളായിട്ടുള്ള ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങളും അതുപോലെ 4 തരം സൃഷ്ടികൾ, അണ്ടജം, സ്വേദജം, അതുപോലെ ഉദ്ഭിജം, ജരായുജം എന്നൊക്കെ പറയും. അതായത് മുട്ടയിൽ നിന്ന് വിരിയുന്ന പക്ഷികളെ പോലുള്ളത്, വിയർപ്പിൽ നിന്നുണ്ടാകുന്ന മൂട്ട, പേൻ തുടങ്ങിയത് സ്വേദജം. പിന്നെ വൃക്ഷലതാദികൾ മണ്ണിന്ന് പുറപ്പെട്ടു വരുന്നത്. പിന്നെ ഗർഭപാത്രത്തില് ജരായുജം എന്ന് പറയുന്ന ഗർഭപാത്രത്തിൽ വന്ന് ജനിക്കുന്ന ജന്തുക്കൾ. ഇങ്ങനെ പലതരം ജന്തുക്കളുണ്ട്. ഇതൊക്കെ ശരീരങ്ങളാണ്. ഇങ്ങനെയുള്ള ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നോക്കിയാൽ അനന്തകോടി ബ്രഹ്മാണ്ടമാണ്. ഈ ബ്രഹ്മാണ്ടമൊക്കെ ഇല്ലാത്തതാണ്. അതില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ വിക്ഷേപ ശക്തിയിൽ നമുക്കുണ്ട് എന്ന് തോന്നും. എന്താ കാരണം എന്നറിയോ? ഇല്ല എന്ന് പറയാൻ കാരണം,
ഒരു ദിവസം 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറും ഉണ്ടെങ്കിലാണ് അതുള്ളത്. നമ്മളതിലൊരു 18 മണിക്കൂറും ഇരുന്നു ഒരു 6 മണിക്കൂർ ഉറങ്ങുമല്ലോ. ആ ഉറങ്ങുന്ന സമയത്തില് എന്തെങ്കിലും ഉണ്ടോ? താൻ ആരാണെന്നുള്ള ബോധം പോലുമില്ല. താൻ വലിയ ഓഫീസറാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈശിഷ്ട്യമുള്ള ആളാണെന്നുള്ള ഓർമ്മയില്ല. താൻ എവിടെ കിടക്കണമെന്ന് പോലും ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ തന്നെ മറന്നു പോകുന്ന ഒരു സ്ഥിതിയില് ഈ കാണുന്ന പ്രപഞ്ചമൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ അപ്പോഴും ഉണ്ടാവണ്ടേ എന്നാണ് ചോദ്യം. ഈ പ്രപഞ്ചം സത്യമാണെങ്കിൽ ആ സമയത്തും ഈ പ്രപഞ്ചം അവിടെ ഉണ്ടാകണ്ടേ? എപ്പോ ഇല്ലയോ അപ്പൊ അതില്ലാത്തതാണ്. ഇതാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു വഴി. ആ ഉറങ്ങുന്ന നേരത്തെ സുഷുപ്തിയിൽ പെടുമ്പോ ഇതൊന്നുമില്ല. പക്ഷെ ഒന്നുണ്ട്, എന്റെ ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങി എനിക്ക് ഉടനെ പറയാ ഞാൻ ഇന്ന് സുഖമായിട്ട് ഉറങ്ങി, എനിക്ക് ഒന്നും അറിഞ്ഞില്ല കേട്ടോ എന്ന്. അപ്പൊ ഒന്നും അറിഞ്ഞില്ല, പക്ഷെ ഞാൻ ഉറങ്ങി. ആ ഞാൻ എന്നുള്ളതാണ് പരമാത്മ തത്വം. ആ പരമാത്മ തത്വത്തെ നമ്മളെ മറച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ മായാപ്രപഞ്ചം. ആ മായാപ്രപഞ്ചം കൊണ്ട് നമ്മൾ അറിയേണ്ടതിനെ അറിയുന്നില്ല. അവിടെയാണ് ആവരണം. ഉള്ളതിനെ മറച്ചു വെച്ചു. അതാണ് ആവരണം എന്നറിയപ്പെട്ടത്. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിച്ചു. സ്വപ്നം കാണുമ്പോൾ ഉള്ളതാണെന്ന് തോന്നില്ലേ? നമ്മുടെ കഴുത്ത് പിടിച്ചാരോ ഞെരിക്കുന്നു, അല്ലെങ്കിൽ വാളെടുത്ത് വെട്ടുന്നു, അതൊക്കെ പോട്ടെ, അതൊക്കെ കാണാൻ പാടില്ല. ഞാൻ രാജാവാണ്, എന്നെ പരിചരിക്കാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു, സുഖമായിട്ട് രാജപദവി അനുഭവിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ ഉണർന്നപ്പോ രാജാവും ഇല്ല, കോപ്പുമില്ല, ഒന്നുമില്ല, അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ മാത്രം കാണുന്നത് സത്യമല്ലല്ലോ. അപ്പൊ സ്വപ്നം പോലെയാണ് ഈ ലോകം എന്ന് പറയാണ്. വിക്ഷേപ ശക്തിയിൽ ഉണ്ടെന്ന് തോന്നിക്കുന്നു, പക്ഷേ അത് ഇല്ലാത്തതാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ മായയിൽ പെട്ടാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. മായയിൽ പെട്ട് കഴിഞ്ഞാൽ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം എന്ന് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് വിജ്ഞേയമായിട്ടുള്ള കാര്യം എന്താണെന്ന് ഞാൻ നിനക്ക് പറയാം. എന്തൊന്നിനെ അറിഞ്ഞാലാണോ ഇനി ഒന്നും അറിയാനില്ലാത്തത്, അതാണ് ജ്ഞാനം. നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ? MA പഠിച്ചു, അല്ലെങ്കിൽ വലിയ വലിയ ഇപ്പൊക്കെ നല്ല നല്ല പഠിത്തങ്ങളുണ്ടല്ലോ. ഈ പഠിത്തമൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ സെക്കൻഡറി ആണ്. ആ പഠിത്തമൊന്നുമല്ല പഠിത്തം. അറിയേണ്ടതിനെ എന്താണെന്ന് അറിയുമ്പോഴാണ് അത് ജ്ഞാനമായിട്ട് മാറുക എന്ന്. അപ്പോ ആത്മാവ് അല്ലാത്തതൊക്കെ ദേഹാദി വസ്തുക്കളിൽ ആത്മാവാണെന്നുള്ള ബോധം തന്നെ അജ്ഞാനം. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നുന്നത് അജ്ഞാനമാണ്. അപ്പൊ പറയാണ് ഈ കായസംബന്ധം, ദേഹമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് വീണ്ടും ദേഹം ഉണ്ടാകുന്നത്, അല്ലെ? ഒരു ദേഹത്തിൽ നിന്നും വേറൊരു ദേഹം ജനിക്കുന്നു, ഒരു വൃക്ഷത്തിൽ നിന്നും മറ്റൊരു വൃക്ഷം ഉണ്ടാകുന്നു. അപ്പൊ ഈ സംസാരത്തിന് കാരണം ഈ ദേഹബന്ധം മാത്രമാണ്. പിന്നെ വിക്ഷേപാവരണങ്ങൾ എന്നത് രണ്ടും മായയുടെ രണ്ട് സ്വഭാവങ്ങളാണ്. അത് ഞാനിപ്പോ പറഞ്ഞു. അപ്പോ ലോകത്തിൽ കൽപ്പിക്കുന്നതെന്ന് അറിയേണ്ടത് സ്ഥൂല സൂക്ഷ്മങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീലിംഗം പുല്ലിംഗം എന്നുള്ളത്, അല്ലെങ്കിൽ ആ ബ്രഹ്മാന്തമായിട്ടുള്ള അവിദ്യാരൂപം, ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു? സംഘദോഷം കൊണ്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞു തന്നു. അതുകൊണ്ട് ജ്ഞാനരൂപിണിയാകും വിദ്യയായത് എന്ന് പറഞ്ഞു. വിദ്യയാണ് ജ്ഞാനസ്വരൂപം. വിദ്യ എന്ന് പറഞ്ഞാൽ അറിയേണ്ടത്, അറിയണം എന്നുള്ളത്. അത് ആനന്ദപ്രാപ്തിക്ക് ഹേതുവാണ്. നമ്മൾ നാരായണീയം വായിക്കുമ്പോൾ ആദ്യം തന്നെ ഭഗവാൻ എന്താ പറയാ? സാന്ദ്രാനന്ദാവബോധാത്മകം. സാന്ദ്രം എന്ന് പറഞ്ഞാൽ തിക്കായിട്ടുള്ളത്, കട്ടയായിട്ടുള്ളത്. അതെങ്ങനെ? ആനന്ദം, അവബോധം. ഭഗവാൻ ആരാണ്? ചിത്തും ആനന്ദവും. ചിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അവബോധം, ഒരുതരം ഇന്റലിജൻസ് എന്ന് പറയില്ലേ, അതുകൂടെ തന്നെ ആനന്ദം. ആ ബ്രഹ്മാനന്ദം പരമസുഖദം എന്നാണ് പറയാ. ആ ബ്രഹ്മാനന്ദം ഉണ്ടല്ലോ, നമുക്ക് വളരെയധികം സുഖത്തെ തരുന്നതാണ്. അതുകൊണ്ട് ആനന്ദപ്രാപ്തി ഹേതുഭൂതയാണ് എന്ത്? ആ ജ്ഞാനസ്വരൂപമാകുന്ന വിദ്യ. ജ്ഞാനമാകുന്ന വിദ്യ നമുക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു. മായാകൽപ്പിതമായിട്ടുള്ളത് എന്താണ്? പരമാത്മനി വിശ്വമെടും. ഈ ലോകമുണ്ടാക്കിയ പ്രപഞ്ചം മുഴുവൻ മായാകൽപ്പിതം.
ഭഗവാൻ തന്നെ ഒന്നായി ഞാൻ പലതായി തീരട്ടെ എന്ന് ഭഗവാൻ മനസ്സിൽ വിചാരിച്ചപ്പോഴാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. സങ്കല്പത്തിൽ നിന്നുണ്ടായത്. സങ്കല്പത്തിൽ നിന്നുണ്ടായത് എങ്ങനെയാ സത്യമാവുക? നമ്മൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടണില്ലേ? അതൊക്കെ സത്യമാണോ? മനസ്സങ്കല്പത്തിൽ എന്തു വേണമെങ്കിലൊക്കെ ചിന്തിക്കാം. അതേപോലെ ഭഗവത് സങ്കല്പത്തിൽ ഭഗവാൻ മായയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മായ കൊണ്ട് ഈ ലോകം സത്യമായിട്ട് തോന്നിക്കുന്നു. അത് ഭഗവാൻ തന്റെ മായയാണ് കേട്ടോ. അതുകൊണ്ട് പരമാർത്ഥമല്ലാത്തത് വ്യാവഹാരത്തിൽ നമുക്ക് സത്യമായി. വ്യവഹാരത്തിൽ നമ്മളൊക്കെ ഉണ്ടല്ലോ, ഇത്രയും പേര് ഇവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. അതില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. പക്ഷെ അതല്ല, അത് വാസ്തവമല്ല എന്ന് പറഞ്ഞു തരണം. അതങ്ങനെ പറയുമ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവോ? ഉണ്ട്, നമ്മുടെ കൺമുമ്പിൽ കാണുന്നുണ്ട്, ഓരോരുത്തരും ഇരിക്കുന്നു, എഴുതുന്നു, പഠിക്കുന്നു, ഉണ്ണുന്നു. ഇതൊക്കെ ഉണ്ടിട്ട് ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതാണ് കാര്യം. അതിനാണ് ഉദാഹരണമായിട്ട് പറഞ്ഞത്, രജ്ജു കണ്ടത്തെ കണ്ട് പാമ്പെന്ന് തെറ്റിദ്ധരിക്കുന്ന പോലെ. ഒരു കയറും കഷ്ണത്തെ കണ്ട് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് തന്നെ മാനവന്മാരാൽ, നമ്മൾ മനുഷ്യർക്കാണ് കേൾക്കാനും കാണാനൊക്കെ ഉള്ള ബുദ്ധി. അപ്പൊ കേൾക്കുന്നതും കാണുന്നതും മനസ്സിൽ ഓർമ്മിച്ചു വെക്കുന്നതും ഫോട്ടോ പതിച്ച മാതിരി മനസ്സിലെല്ലാം ഉണ്ട്. എത്രയോ കൊല്ലം മുമ്പ് നടന്ന കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊക്കെ. ഇത് പറഞ്ഞാൽ മനസ്സിലാക്കി എന്ന് പറഞ്ഞ അർത്ഥം ഇങ്ങനെ ആയാലും മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ സ്വപ്ന സന്നിഭം എന്ന് പറഞ്ഞു. സ്വപ്നത്തിൽ കാണുന്ന വസ്തുക്കൾ പോലെ. ആ സ്വപ്നം കാണുമ്പോൾ ഒക്കെ നിജമായിട്ടാണ് നമുക്ക് തോന്നുക. സ്വപ്നം കഴിഞ്ഞ് ഉണരുമ്പോഴാണ് ഒക്കെ വെറുതെയാണ് എന്ന് മനസ്സിലാവുക. അപ്പൊ വിഭ്രമം പോയി കഴിഞ്ഞാലും കൂടി വീണ്ടും ആ ചിന്ത നമ്മളെ മനസ്സിൽ വരും എന്ന് പറയാണ്. അതായത് ജ്ഞാനസ്വരൂപമാകെ ചൂഴ്ന്നു നിൽക്കുന്ന ജ്ഞാനരൂപി കട്ട പിടിച്ച ആനന്ദ സ്വരൂപമുണ്ടല്ലോ, അതുതന്നെയാണ് വിദ്യ, അതുതന്നെയാണ് അവബോധം, അതുതന്നെയാണ് ജ്ഞാനം. ആ ജ്ഞാനത്തിന് ആനന്ദപ്രാപ്തിക്ക് കാരണമാകുന്നതും ആ ജ്ഞാനമാണ്. ജ്ഞാനം കൊണ്ടവൻ ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുന്നു. മായയാലാണ് പരമാത്മാവിൽ വിശ്വം കൽപ്പിക്കുന്നത് എന്നിട്ട് പറഞ്ഞു, ജന്മം എന്നുള്ളതിനെ ജന്മരൂപമാകുന്ന ഒരു വൃക്ഷമായിട്ട് സങ്കല്പിക്കുക. ജന്മം സംസാര വൃക്ഷമാണ് എന്ന് പറയാം. അതായത് എങ്ങനെ? സംസാര വൃക്ഷമാകുന്ന ദേഹം, നമ്മുടെ ദേഹമാണ് ലോകത്തിലെ വൃക്ഷമായിട്ട് നിൽക്കുന്നത്. ആ വൃക്ഷത്തിൽ നിന്നും മറ്റൊരു ചെടി ഉണ്ടായി, അത് വീണ്ടും വൃക്ഷമായി, അതിൽ നിന്നും വേറൊരു ചെടി ഉണ്ടായി, അതൊരു വൃക്ഷമായി തീരുന്നത് പോലെ ദേഹാദേഹേ ദേഹാന്തര പ്രാപ്തിക്ക്, ഈ ദേഹത്തിന് വേറെ ദേഹങ്ങളുണ്ട്. അതുകൊണ്ട് മകൻ, മരുമകൾ, ഭാര്യ എന്നുള്ള ചിന്തയൊക്കെ വരുന്നു. ഈ ദേഹമായതാണെങ്കിലോ, ദേഹം എന്നുള്ളത് ജഡമാണ്. ജഡം എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയുമില്ലാതെ. അപ്പൊ നമുക്ക് ശക്തിയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ശക്തി ഉണ്ടാകാൻ കാരണം നമ്മുടെ ഉള്ളിലുള്ള ആത്മസ്വരൂപമാണ്. ആ ആത്മസ്വരൂപം പോയിക്കഴിഞ്ഞാൽ ശവശരീരത്തിൽ കണ്ണുണ്ട്, മൂക്കുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, അനങ്ങോ? അവിടെ എന്താണ്? ആ സമയത്ത് അത് ജഡമാണ്. ജഡമായ വസ്തുവിനെ നമ്മൾ തള്ളിക്കളയുകയാണ് വേണ്ടത്. അതുകൊണ്ട് പറയാറുണ്ട്, പശ്യന്തം പരമേശ്വരം നപശ്യന്തി. നമ്മളെ മുഴുവൻ സാക്ഷിഭൂതനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തത്വമുണ്ട് ഉള്ളിൽ. ആ സാക്ഷിയായിട്ടുള്ള പരമാത്മാവ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ആ നോക്കണ ആളെ നോക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ കുഴപ്പം. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പരമാത്മാവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും പറയും, ഞാനിപ്പോ ഈ പുസ്തകം നോക്കി വായിക്കുന്നു. ഈ പുസ്തകത്തിൽ ഞാൻ നോക്കുന്നുണ്ട്, പുസ്തകത്തിന്റെ ഉടമയായ ഞാൻ പുസ്തകത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ പുസ്തകത്തിന് എന്നെ കാണാൻ പറ്റുമോ? കാരണം എന്താ? പുസ്തകം ജഡം, അതിൽ ജീവനില്ല. ജീവനില്ലാത്തൊരു വസ്തുവിനെ കാണാൻ പറ്റില്ല. അതുപോലെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ സത്ത് എന്നാണ് പറയാം. ആ സത്ത് നമ്മളിൽ നിന്ന് പൊയ്ക്കഴിഞ്ഞാൽ നമ്മൾ വെറും ജഡമാണ്. ഈ സത്തായ ഒരു വസ്തു നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അവൻ ജീവനുള്ളതായി കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദേഹമായത് പഞ്ചഭൂത സഞ്ചയമത്രേ. പൃഥ്വി, അപ്പ, തേജസ്, വായു, ആകാശം എന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അതുകൊണ്ട് ദേഹസംബന്ധം മായാവൈഭവം തന്നെ എന്ന് പറഞ്ഞു കൊടുത്തു.
എന്നിട്ട് പറഞ്ഞു ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങൾ 10 ഉണ്ടല്ലോ. 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട് നമുക്ക്, 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. ആ ജ്ഞാനേന്ദ്രിയങ്ങൾക്കാണ് പവർ കൂടുതൽ അല്ലേ? ആ 5 ജ്ഞാനേന്ദ്രിയങ്ങളാകട്ടെ 5 കർമ്മേന്ദ്രിയങ്ങളാകട്ടെ ഞാൻ എന്നുള്ളതായ ആത്മതത്വമല്ല, അഹങ്കാരം. ഞാനാണ് കഴിച്ചത്, ഞാനാണ് ചെയ്തത്, ഞാനാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ അഹങ്കാരം വന്നു. ആ അഹങ്കാരത്തിന്റെ കൂടെ ഒരു ബുദ്ധിയുമുണ്ട്. ബുദ്ധി മാത്രമാണോ? മനസ്സും. ഈ മനസ്സും ഇതെല്ലാം കൂടി ഒരുമിച്ചിരിക്കുന്നതാണല്ലോ. അതൊക്കെ കൂടി ചേർന്നിരിക്കുന്നതായ ഒരു ഫീൽഡ്, അതാണ് ശരീരം. ഈ ശരീരത്തില് 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്, 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, അഹങ്കാരമുണ്ട്, ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ക്ഷേത്രം, ഒരു വയല് അല്ലെങ്കിൽ ഒരു ഫീൽഡ്. ആ ഫീൽഡിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അതിന് നമ്മൾ ദേഹം എന്നൊരു പേരിട്ടു. ദേഹിയായ ആത്മാവ് വന്നിരിക്കുമ്പോഴാണ് ദേഹം പ്രാവർത്തികാകുക. അല്ലെങ്കിൽ അത് ഒരു മാംസപിണ്ഡം പോലെ തന്നെയല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൽ നിന്നും വേറൊന്ന് ജീവനുണ്ട്. ആ ജീവൻ എന്ന് നിർണയം അത് പരമാത്മാ ആണ്. എന്നാ പരമാത്മാവ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിശ്ചലൻ, അനീഹനാണ്, അനികേതനാണ്. ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല, നിശ്ചലൻ, സാക്ഷി, അധ്യക്ഷന്റെ പദവി. നമ്മളൊരു വലിയ സദസ്സ് നടത്തുന്നു, അതിലൊരാളെ അധ്യക്ഷ പദവിയായിട്ട് സ്വീകരിച്ചു. അധ്യക്ഷൻ വന്നിരിക്കുന്നുണ്ട്, അവിടെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്, പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അധ്യക്ഷനൊക്കെ കാണുന്നു എന്നല്ലാതെ അധ്യക്ഷൻ അതില് ഇൻവോൾവ് അല്ല. അതുപോലെ സർവ്വതും സാക്ഷിഭൂതനായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്, നിശ്ചലനായിട്ട്. അതുകൊണ്ട് തന്നെ നിരാമയനായിട്ട്. ശരീരത്തിനാണ് വളർച്ച, യൗവനം, വാർദ്ധക്യം, അല്ലെങ്കിൽ മധ്യമ വയസ്സ്, മരണമൊക്കെ. ആത്മാവിന് അതൊന്നുമില്ല. ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞു കാണുവാനുള്ള സാധനങ്ങൾ എന്താണെന്ന് ഞാനിപ്പോ പറഞ്ഞു തരാം. ഈ ജീവാത്മാവിനെ നമുക്ക് അറിയാൻ എന്താ വഴി? ഇത്രയും പറഞ്ഞു, ജഡമാണ്, ഒന്നിനും പറ്റില്ല, സാക്ഷിഭൂതനായിട്ടുള്ള ഭഗവാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കൂ എന്ന് പറഞ്ഞപ്പോ ആ പരമാത്മാവിനെ ഒന്ന് കണ്ടാ കൊള്ളാമെന്ന് നമുക്ക് തോന്നില്ലേ? ആ പരമാത്മാവിനെ കാണാൻ എന്താണൊരു വഴി എന്ന് പറയാം. ജീവാത്മാ പരമാത്മാ എന്നുള്ളത് 2 പക്ഷികൾ. ഈ 2 പക്ഷികളും ഒരു വൃക്ഷത്തിൽ ഇരിക്കുന്നു. ആ വൃക്ഷത്തിൽ ഇരിക്കുമ്പോൾ ജീവാത്മാവ് എന്ത് ചെയ്യുന്നു വെച്ചാല് അതിലുള്ള മധുരപ്പഴങ്ങളും പുളിക്കാപ്പഴങ്ങളൊക്കെ തിന്നാം. എന്നാൽ പരമാത്മാവ് ഇതൊന്നും ഭക്ഷിക്കുന്നില്ല. ആ ജീവാത്മാവ് ഇതൊക്കെ ഭക്ഷിച്ചപ്പോ തിന്നവൻ എന്താണ്, തിന്നാൽ പാപം പോകുന്നുള്ള നിയമം. അതുകൊണ്ട് കൊന്നിട്ട് തിന്നിട്ട് കാര്യമില്ല. ആരാണോ ദുഷ്ടപ്രവൃത്തിയായാലും നല്ല പ്രവൃത്തിയായാലും ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ ഫലം അനുഭവിക്കണം. ഇപ്പൊ ഈ ജീവാത്മാവാണ് ആ പഴങ്ങളൊക്കെ എടുത്ത് തിന്നതായതുകൊണ്ട് ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണെങ്കിലും അതിൽ ഭേദം വന്നു. ജീവാത്മാവെല്ലാം അനുഭവിക്കുന്നവനായി മാറി, പരമാത്മാവ് വെറും സാക്ഷിഭൂതനായിട്ട് മാറി. കാരണം ജീവാത്മാവിലും പരമാത്മാവും രണ്ടും ഒന്ന് തന്നെയാണ്. അത് ഭേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞാനം, അറിവില്ലായ്മ കൊണ്ട് പറയാണ്. അതുകൊണ്ട് മാനവും, ഡംഭം, ഹിംസ, അഹങ്കാരം, അതുപോലെ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇങ്ങനെയുള്ളതായ സ്വഭാവങ്ങളൊക്കെ മാനസത്തിലുള്ളപ്പോൾ സമാധാനമില്ല, ഭഗവാനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ ആദ്യം ഉപേക്ഷിക്കണം. എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിഞ്ഞിരിക്കുന്നതാണ്. എന്താണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഒക്കെ. ഇതൊക്കെ അങ്ങോട്ട് കളയാൻ പറ്റുമോ? കളയാൻ പറ്റും എന്ന് പറയാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു. മനുഷ്യരുടെ മനസ്സിലുള്ള കാമക്രോധാദികളാണ് പറയും. അപ്പൊ ഭഗവാനെ പിടിച്ച് നമ്മുടെ മനസ്സിലിട്ട് കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ വെടുപ്പാക്കി കഴിഞ്ഞാല് സാധാരണ പറയും മനസ്സിനൊരു പേരെന്താണെന്നറിയോ? മനോദർപ്പണം, മനോമുകുരം ഒക്കെ പറയണം. അപ്പൊ മനസ്സൊരു കണ്ണാടിയാണ്. ആ കണ്ണാടി മുഴുവൻ പൊടി പിടിച്ചിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രതിബിംബം കാണുന്ന സമയത്ത് നമ്മളുടെ പ്രതിബിംബം പൊട്ടിയതുപോലെ കാണും കണ്ണാടിയിൽ. അഴുക്ക് പിടിച്ചതാണെങ്കിൽ അഴുക്ക് പിടിച്ചതായിട്ട് കാണും. അപ്പൊ അത് തുടച്ചു വൃത്തിയാക്കിയാലോ പ്രതിബിംബം ജോറായി കാണും. അപ്പോലെ മനോമുകുരത്തിലുള്ളതായ ഈ കാമക്രോധാദികളൊക്കെ പോയാൽ അവിടെ ഭഗവത് സ്വരൂപം തിളങ്ങും, ആത്മസ്വരൂപം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് പറയാണ്. മാനസേ വിഷയസൗഖ്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. ഇനി വരാൻ പോണു അടുത്തതില്.
ഞാൻ നാളെ പറയുമല്ലോ. അതില് ഭഗവാൻ ആശ്രമത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് എതിർച്ചയാ വന്നു ചേർന്നു ആരാണ്? ശൂർപ്പണക. ശൂർപ്പണകയെ കണ്ട് ഭഗവാൻ ആഗ്രഹം തോന്നിയില്ലെങ്കിലും ആ ശൂർപ്പണകയോട് കുറച്ചു നേരം സംസാരിച്ചില്ലേ, ആ ദുഷ്ട സംസർഗം വന്നതോടുകൂടി അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അതുകൊണ്ട് എന്തായി? സുഖഭോഗങ്ങളിൽ ചെറിയൊരു താല്പര്യം വന്ന പോലെ ഒരു സ്വർണ്ണമാനിനെ കണ്ടപ്പോ അതിന്റെ പിന്നിലോടി. അപ്പോ ഈ എന്താണ് പറയുന്നത്? വിഷയങ്ങളില് നമുക്ക് എപ്പോഴും വിഷയ സൗഖ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ എന്നാ പറഞ്ഞു, ധ്യായതോ വിഷയാനസ്യ സംഘസ്തേഷുപജായതേ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു. നമുക്ക് വിഷയങ്ങളിലാണ് താല്പര്യമെങ്കിൽ അതിനോടൊരടുപ്പം അല്ലെ. ഇപ്പൊ എനിക്കൊരു പായസം തിന്നണമെന്ന് തോന്നിയെന്ന് വിചാരിച്ചോ, പിന്നെ ആ പായസം കിട്ടാനുള്ള ശ്രമമായി. കാരണം എനിക്ക് തിന്നണമെന്ന് തോന്നിക്കഴിഞ്ഞു, അതിനോട് എനിക്ക് സംഘമായി. ആ സംഘമായത് എങ്ങനെയെങ്കിലും അത് കിട്ടി കുറച്ച് ഒത്തിരി കഴിക്കാൻ പറ്റുള്ളൂ. ആ ഇത്തിരി കഴിക്കുമ്പോഴേക്കും മതിയായിക്കോളും. എന്നാൽ അത് കിട്ടണം എന്നുള്ള ഒരു ആശ വരുമ്പോൾ അതിൽ സംഘം എന്നതിനെ പറയും. ചെറിയ കുട്ടികൾ കണ്ടിട്ടില്ലേ, വാശി പിടിച്ച് ബൊമ്മ കുട്ടികളൊക്കെ വാങ്ങിക്കും. കയ്യിൽ വാങ്ങി കൊടുത്ത് ഇത്തിരി നേരം നോക്കി കഴിഞ്ഞാൽ കഴിയും, ഒരൊറ്റയിടല, പിന്നെ അവർക്കത് വേണ്ട. പക്ഷെ അത് കിട്ടണം എന്നുള്ളൊരു ആശ വരുന്ന സമയത്ത് ഇവിടെ പറയുന്ന വിഷയ സൗഖ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ജനന മരണക്കുടുക്കിൽ നമ്മൾ പെട്ടുകൊണ്ടിരിക്കും എന്ന് പറയാണ്. അഹങ്കാരതത്വം, ആ അഹങ്കാരത്തെ വെടിയണം. എല്ലാ ജീവജാലങ്ങളിലും കാണുന്നത് ഭഗവത് സ്വരൂപമാണ്. കാണുന്നതെന്തും നാരായണ പ്രതിമ എന്നുള്ളൊരു ഭാവം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ സർവാത്മാവാകും എന്ന് ഉറച്ച മനസ്സോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്? നമുക്കത് പറ്റും. അപ്പൊ അത് പറ്റാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അതൊന്നും വരണില്ലല്ലോ നമുക്ക്. എല്ലാവരെയും കണ്ട ഇതെന്റെ കൂട്ടുകാരിയാണ്, ഇതെന്റെ ശത്രുവാണ്, ഇതെന്റെ അയൽക്കാരനാണ് എന്ന് നമുക്ക് വ്യത്യാസമുണ്ടല്ലോ. ആ വ്യത്യാസം മാറാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ രാമ രാമേതി ജഗ്ഗ, രാമ 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 എന്ന് ജപിച്ചു. രാമമന്ത്രം അങ്ങോട്ട് ജപിക്കാൻ. അങ്ങനെ വരുമ്പോൾ സർവദാ രാമ രാമേത്യമിത ജപത്തോടും ആ ജപം ജപിക്കാൻ പറയാണ്. ആ സമയത്ത് പുത്രധാരാർത്ഥാദിഷു നിസ്സേഹത്വവും ചെയ്ത്, വീട്ടിലെ ഭാര്യയോട് മക്കളോട് ഇഷ്ടം വേണ്ടെന്ന് പറഞ്ഞില്ല. ഇഷ്ടം എപ്പോ വേണമെങ്കിൽ നമ്മൾ വിടാൻ തയ്യാറാണ്. എന്താ വെച്ചാൽ ഈ ഇഷ്ടമൊക്കെ നമ്മളുടെ കൂടെ എന്നും ഇരിക്കില്ല, ഇന്നല്ലെങ്കിൽ നാളെ വിട്ടുപോകും. ആ വിട്ടുപോകാനുള്ളതാണെങ്കിൽ ആദ്യമേ നമ്മൾ കുറച്ച് അകലം പാലിച്ചാലോ കൂടുതൽ നല്ലതല്ലേ എന്നാണ്. ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന്റെ ആശ്രമത്തിലേക്ക് ഒരു സന്യാസി വരികയാണ്, രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്. ആ സന്യാസി വരുമ്പോ രാജാവ് നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി ബാൻഡ് മേളത്തോടു കൂടി കൂട്ടിക്കൊണ്ടുവരാം. ആ കൂട്ടിക്കൊണ്ട് വരുമ്പോ ആ സന്യാസി വരുന്ന ദിക്കിലൊക്കെ പൂക്കൾ ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് താലമേന്തിയ കുറെ കന്യകമാരെ സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വീട്ടിന്റെ വെള്ളം വന്നപ്പോ പൂർണ്ണ കൊമ്പൊക്കെ കൊടുത്ത് സ്വീകരിച്ചപ്പോ അന്നൊക്കെ അതിഥി വന്നാൽ കാല് കഴുകിക്കണം എന്നാണ്. ഉടനെ ഒരു സ്വർണ്ണ താമ്പാളം കൊണ്ടുവച്ച് ആ താമ്പാളത്തിലെ സന്യാസിയെ നിർത്തിച്ചിട്ട് കാലൊക്കെ കഴുകിച്ചു. എന്നിട്ട് ആ ജലം തന്റെ തലയിലൊക്കെ പ്രക്ഷിച്ചു. അതിനുശേഷം ആ സന്യാസിയെ അകത്ത് കൂട്ടിക്കൊണ്ടുപോയി സ്വർണ്ണ കിണ്ണത്തിൽ തന്നെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു. പഞ്ചഭക്ഷ പരമാനന്ദം എന്ന് പറയില്ലേ, അതുപോലെ ഷഡ്രസങ്ങളോട് കൂടിയുള്ള ഭക്ഷണം കൊടുത്തു. അത് ഓരോരുത്തരും അപ്പപ്പ വിളമ്പി കൊടുത്ത് വയറു നിറയെ ഭക്ഷിപ്പിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വീശാനായിട്ട് കുറെ രാജകീയ സ്ത്രീകളെ അവരെ ഏൽപ്പിച്ചു. അവരെ മഹർഷിയെ വീശി കൊടുത്തുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ രാജാവ് എന്ത് ചെയ്തു? താൻ കടക്കുന്നതായ പല്യങ്കത്തിൽ സ്വർണ്ണ പല്ലക്കിൽ തന്നെ കിടന്നോളാൻ പറഞ്ഞു. സ്വർണ്ണക്കെട്ടിൽ കിടന്നു. ആ കാല് പിടിച്ചുവിടാനായിട്ട് രണ്ടുപേരെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന് വീശറി കൊടുക്കാൻ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചു. സന്യാസി പരമസുഖമായിട്ട് ഉറങ്ങി. ഇതൊക്കെ കഴിഞ്ഞപ്പോ ആ സന്യാസി ഒന്നിനോടും പറ്റില്ലാത്തവനാണ്, ഒട്ടുപറ്റില്ലാത്തവനാണ്. അദ്ദേഹത്തെ പോലെ ഇരിക്കാൻ പഠിക്കണം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഇവിടെ വന്നതൊക്കെ വിചിത്രം. വീട്ടിൽ വന്നപ്പോ ഭക്ഷണം നല്ലോണം കഴിച്ചു. ഈ പരിചാരികമാർ കൊടുത്ത സ്വീകരണം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഒറ്റും പറ്റില്ല എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? രാജാവിന് രാത്രി മുഴുവൻ ഉറക്കില്ല. രാവിലെ എനിക്ക് രാജാവ് തോട്ടത്തിൽ ലാത്തുമ്പോ മുഖത്തൊരു സന്തോഷമില്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു തൃപ്തിയില്ല. അപ്പൊ ഈ മഹർഷി അടുത്തേക്ക് വന്നു. ചോദിച്ചു, എന്താ രാജാവേ ഒരു മൗനം, ഒരു വിഷമം എന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങക്ക്? ഇന്നങ്ങനെ രാജ്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് പറഞ്ഞോളൂ എന്ന്.
എനിക്ക് ആ പ്രശ്നമൊന്നല്ല, നിങ്ങളോട് തന്നെ ചോദിക്കാം. എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ചിന്ത, അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ കൊള്ളാം. അപ്പോൾ പറയാലോ പറഞ്ഞു, അങ്ങ് വലിയ ജ്ഞാനിയാണ്, സംഘം പഠിച്ചവനാണ്, ആരോടും അടുപ്പ് കാണിക്കാത്തവനാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നലെ ഇതിന് മുഴുവൻ വിപരീതമായ കാര്യമാണ് ഞാൻ കണ്ണുകൊണ്ട് കണ്ടത്. ഞാൻ രാജകീയ സുഖങ്ങൾ അനുഭവിക്കുന്നത് മുഴുവൻ അങ്ങ് അനുഭവിച്ചില്ലേ? പിന്നെ ഞാനും നിങ്ങളും തമ്മിൽ ഇപ്പൊ എന്താ വ്യത്യാസം? അങ്ങക്ക് എന്ത് മഹത്വമുള്ളത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതാ ഞാനിപ്പോ ഇവിടുന്ന് പുറപ്പെടുന്നില്ലേ, പുറപ്പെട്ടിട്ട് ഇന്ന് പോകുമ്പോ നീരസമേകം ആഹാരം, എവിടെയോ ഒരു രസമില്ലാത്തൊരു ഭക്ഷണം കിട്ടിയെന്ന് വരാം, ഏതെങ്കിലും മരത്തണലിൽ കിടന്നു എന്ന് വരാം, എനിക്ക് നല്ല ഡ്രസ്സ് മാറ്റി ഉടുക്കാനുള്ള വസ്ത്രം പോലും ഞാൻ എടുത്തിട്ടുണ്ടാവില്ല, ആ കാട്ടരുവിയിലെ വെള്ളം കുടിക്കേണ്ടി വരും, അത് ഞാൻ കുടിച്ചോളും. അങ്ങക്ക് പറ്റുമോ എൻ്റെ കൂടെ വരാൻ? ഞാൻ എങ്ങനെയാ വരിക? ഈ പ്രജകളെ ആര് നോക്കും? ഈ ഞാൻ പോയി കഴിഞ്ഞാൽ ഈ മന്ത്രിമാരൊക്കെ ദുരുദ്ദേശം കൊണ്ട് രാജ്യം മുഴുവൻ കൊള്ളയടിക്കില്ലേ? പുറമേയുള്ള ശത്രുക്കൾ നമ്മുടെ നാട്ടിലേക്ക് വരില്ലേ? ആ, ഇവിടെയാണ് ഞാനും താനും ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സംഘം വിടാൻ എങ്ങനെയാ പറ്റിയ സംഘം വിടാം, ഇതെന്നല്ലെങ്കിൽ നാളെ പോയാലും ഇരിക്കാൻ പറ്റണം, ആ സന്യാസിക്കത് പറ്റും. അതുപോലെ നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാൻ കയ്യിലൊരു താമരപ്പൂ വെച്ചുകൊണ്ടിരിക്കും അല്ലേ എപ്പോഴും. ആ താമരപ്പൂ കൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുക. താമര എവിടെയുള്ളത്? ചളിയിലാണ് ഉണ്ടാകുന്നത്, പക്ഷെ വെള്ളത്തില്. ആ താമര ഇലയിലും ഇതളിലും ഒക്കെ വെള്ളം വീണാലും മുത്തുപോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ഇല ഒരു ദിവസം പോലും ചീഞ്ഞു പോവില്ല. താമര വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞു എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അതെടുത്ത് പുറത്തേക്കിട്ടാ സൂര്യതാപം കൊണ്ട് ചിലപ്പോൾ വാടി കേടുന്നു പോകും, അല്ലാതെ അതില്ല. അതുപോലെ ഈ സംസാരമാകുന്ന ജലത്തിൽ കിടന്നുകൊണ്ട് പ്ലോട്ട് ചെയ്തിരിക്കാനാ പറയുന്നത്. അതിലങ്ങോട്ട് മുങ്ങരുത്. അതിൽ പ്ലോട്ട് ചെയ്ത് എല്ലാവരും, ഞാനും എൻ്റെ സംസാരത്തിൽ തന്നെ ആയിരിക്കണേ, എവിടെ ഇരിക്കണേ? ഞാനും കുടുംബത്തിൽ തന്നെ ആയിരിക്കണേ. പക്ഷെ ആ കുടുംബത്തിൽ ഇരുന്നാലും വല്ലാത്ത ഒട്ടുപറ്റൽ വരുത്തരുത്. അതാണ് ഈ ജ്ഞാനം കിട്ടാനുള്ള ഒരു മാർഗം. ഒരടി വരെയിട്ടു. അടുത്തത് പറഞ്ഞു, ശക്തി ഒന്നിലും കൂടാതെ നിരന്തരം ഭഗവത് നാമം ജപിച്ച് ഭക്തി ഉണ്ടാക്കും. ആ ഭക്തി ഇഷ്ടാനിഷ്ട പ്രാപ്തിക്ക് തുല്യഭാവത്തോട്. അടുത്തത് പറഞ്ഞു, നല്ലത് വന്നോട്ടെ ചീത്ത വന്നോട്ടെ ഒരുപോലെ ഇരിക്കണം. ശ്രീരാമചന്ദ്രന്റെ കഥ തന്നെ നമുക്ക് അതാ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ശ്രീരാമചന്ദ്ര പ്രഭു എങ്ങനെ രാജ്യം, നിനക്ക് നാളെ പൂയം നക്ഷത്രത്തിൽ രാജ്യാഭിഷേകം എന്ന് ദശരഥൻ അറിയിച്ചു. അതിന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൈകേയിയുടെ ഗൃഹത്തിൽ പോയപ്പോഴേക്കൊക്കെ മാറിയല്ലോ. മാറിക്കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് മരവുരിയ തരണത് കാട്ടിപ്പോ 14 ദിവസം, 14 വർഷം. രണ്ടും ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്തു ശ്രീരാമചന്ദ്രമൂർത്തി. അത് സാധിക്കണം എന്ന് നമ്മളെ പുരാണത്തിൽ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ കുട്ടികള് എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ജീവൻ കളയാനല്ലേ നിൽക്കുന്നത്. അവർക്ക് ഈ രാമായണ കഥ നിർമ്മിച്ചു കൊടുക്കൂ, അപ്പോഴാണ് അവർക്ക് അതിന്റെ മഹത്വം അറിയാം. ആ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുള്ളതും നിറച്ചു വച്ചിട്ടുള്ളതുമായ ജ്ഞാനം ഇന്നത്തെ ലോകത്തിനും പ്രസക്തിയുള്ളതാണ്. കാവ്യം കൽപ്പാന്തരസ്ഥായി എന്നൊരു ചൊല്ലുണ്ട്. ഒരു കാവ്യം എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്തേക്കും ഉചിതമാവണം. ഈ രാമായണ കഥ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മദേവൻ. എന്താ പറഞ്ഞിട്ടുള്ളത്? യാവസ്താസ്യന്തി ഗിരയഃ മഹീതലേ. എത്ര കാലം ഈ ലോകത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സമുദ്രവും പർവ്വതങ്ങളും നിലനിൽക്കുന്നുവോ താവത് രാമായണ കഥ ലോകേഷ് പ്രജനീഷരി എന്ന് പറഞ്ഞത്. അത്രയും കാലം രാമായണത്തിന് പ്രസക്തി ഉണ്ടെന്ന്. ഇത്രയും വലിയൊരു ഗ്രന്ഥം നമുക്ക് വേണ്ടി ആ വാൽമീകി മഹർഷി എഴുതിയിട്ടില്ലേ? അതുകൊണ്ടാണ് നമ്മൾ വാൽമീകി മഹർഷിയെ ധ്യാനിക്കുന്നത്. പൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ആ വാൽമീകിയെ നമ്മൾ നമസ്കരിക്കുന്നത് അതിനാ. അദ്ദേഹം എഴുതി തന്നിട്ടുള്ളതായ ഈ കാവ്യം എന്നും നമുക്ക് ഉപയോഗപ്രദമാണ്. അപ്പൊ അത് പറയണ ഇഷ്ടാനിഷ്ടം നോക്കാതെ. എനിക്ക് സിദ്ധി കിട്ടണം, കിട്ടണില്ല എന്ന് വിചാരിക്കരുത്. ഭക്തി ചെയ്യാം. നമ്മൾ ഭഗവാന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത് കച്ചവട മനോഭാവത്തിലാണല്ലോ അല്ലേ? എനിക്ക് അത് തന്നാൽ തരാം, എനിക്ക് എൻ്റെ കാര്യം നടത്തി തരുമോ, എന്നാൽ ഞാൻ ഒരു വഴിപാട് കഴിക്കാം, എനിക്കിത് ചെയ്തു തരുമോ, എന്നാൽ ഒരു പായസം കഴിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു നിർമ്മാല കഴിച്ചേക്കാം, നമ്മൾ പറയുകയാണ്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഭക്തി യോഗം എന്ന് പറഞ്ഞു. ഭക്തി ചെയ്യാം ഭഗവാന്റെ അടുത്ത്. ഭഗവാൻ അറിയാം ആർക്ക് എന്താ തരേണ്ടത് എന്ന്. നമുക്ക് തോന്നും പക്ഷഭേദമാണോ? ഓ, ദേവിക്ക് ഇപ്പൊ നമ്മളോട് പക്ഷഭേദ, എനിക്കൊന്നും തരണേന എൻ്റെ അയൽക്കാരൻ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നാറില്ലേ? തോന്നും. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സഹോദരങ്ങളിൽ ഒരാളെ നന്നാക്കിയിട്ട് ഒരാളെ താഴ്ത്തുമ്പോൾ തോന്നും. പക്ഷേ അമ്മക്കൊരു സ്വഭാവം ഉണ്ടല്ലേ, തൻ്റെ കുട്ടികൾ എപ്പോഴും നന്നായിരിക്കണം എന്നാണ്. 2 മക്കളുണ്ട്.
ഒരാൾ നല്ല ആരോഗ്യവാൻ, മറ്റൊരു കുട്ടിക്ക് ഗ്രഹണി. എന്ത് കൊടുത്താലും വയറ്റിന് പോകും. അപ്പൊ അമ്മ എന്ത് ചെയ്യും? ആ കുട്ടിക്ക് കഷായം അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഈ കുട്ടിക്ക് അവിടെ ഇരുത്തി ലഡുവും ജിലേബിയും ഒക്കെ തിന്നാൻ കൊടുക്കും. മറ്റേ കുട്ടിക്ക് തോന്നും അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല, എനിക്ക് വെറും ഈ കഞ്ഞി മാത്രം തരുന്നു എന്ന്. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടം കൂടുതലായതുകൊണ്ട് കുട്ടിക്ക് കഞ്ഞി കൊടുക്കണത്, ആ കുട്ടിയെ പ്യൂരിഫൈ ചെയ്ത് ഉയർത്തിയെടുക്കാൻ. അതുപോലെ ദേവി നമ്മളെ പരീക്ഷിക്കുകയാണ്. എന്ത് പ്രശ്നം വന്നാലും മനസ്സിൽ ധൈര്യം ഉണ്ടോ, ഇവനത് മുന്നോട്ട് കൊണ്ടുപോകുമോ, ലക്ഷ്യത്തിലേക്ക് എത്തുമോ എന്ന് നോക്കിക്കാനാണ്. അപ്പൊ നമ്മൾ എന്ത് തന്നാലും സന്തോഷമായിട്ട് സ്വീകരിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് പറയാണ്, ഒന്നിനോട് ഒട്ടും പാടില്ല ഇഷ്ടാനിഷ്ടം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, എനിക്കിഷ്ടപ്പെട്ടത് ചിലപ്പോൾ നല്ലതായിക്കൊള്ളുന്നില്ല. ഈ സുഖമില്ലാത്ത കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞ പായസം കഴിച്ചാൽ പിന്നെ കിടക്കും കുറെ കാലം അല്ലേ, പിന്നെ മരുന്നും കഷായവും കഴിക്കേണ്ടി വരും. അപ്പൊ ഇഷ്ടാനിഷ്ടം എൻ്റെ അല്ല തരേണ്ടത്, ഇഷ്ട അനിഷ്ടമൊക്കെ ഭഗവന് ഭൂതപവ്യേഷ നജാനേഹിതമാത്മനഃ ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ ദാതുമർഹസി. പറയണം, ഭഗവാനെ എനിക്ക് എൻ്റെ നന്മ എന്താണെന്ന് അറിയില്ല, നോക്കിയിട്ട് എനിക്ക് വേണ്ടത് അനുവദിച്ചു തരണേ. നോക്കിയിട്ട് ഭഗവാൻ ആലോചിച്ച് എനിക്ക് ഏതായിരിക്കും നല്ലത് എന്ന് ഭഗവാൻ തീരുമാനിച്ചു തരൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഭക്തിയോഗം ചെയ്യണം. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത് എന്താണ്? യോഗസ്ഥകുരു കർമാണി സംഘം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. അതായത് സിദ്ധി അസിദ്ധി എന്ന് നോക്കണ്ട, എപ്പോഴും ഒരേ ചിന്തയോടുകൂടി പ്രവൃത്തി ചെയ്യും. എന്നാ പ്രവൃത്തി ഇന്നൊക്കെയൊന്നും വേണ്ട, ഞാൻ ചെയ്യാണ്ടിരിക്കാന്ന് വെച്ചാൽ അതും പാടില്ല. ഈ കർമ്മത്തിലെ ആഗ്രഹം വേണം, കർമ്മങ്ങൾ ചെയ്യണം, ഫലത്തെ കുറിച്ച് ചിന്തിക്കരുത്. എന്തായാലും എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് വേണം ചെയ്യാൻ. അങ്ങനെ ഈ മായാക്ലേശത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഭക്തി, രണ്ടാമത്തത് അല്ലാത്ത ഒട്ടുപറ്റൽ പാടില്ല. എന്നാൽ മനുഷ്യ സഹജമായ ഒരു മാനവന്, ഒരു മനുഷ്യന് സഹജീവികളോടുകൂടി ഒട്ടാണ്ട് കൂടാണ്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ സമൂഹജീവിയാണ്. സമൂഹ ജീവിതത്തിൽ പലരുമായിട്ട് ഇടപെടേണ്ടി വരും, പലതും തരുന്നത് സ്വീകരിക്കേണ്ടി വരും, പലതും നമുക്ക് ഇഷ്ടമില്ലെങ്കിലും പലതും കൊടുക്കേണ്ടി വരും, ഇല്ലേ? അപ്പൊ അതിനൊക്കെ നമുക്ക് പറ്റണമല്ലോ. അതൊക്കെ നിങ്ങൾ ചെയ്യുക തന്നെ വേണം. ആ ചെയ്താലും എന്ന് പറയാണ്, നമ്മൾ അതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല, സജ്ജനങ്ങളോട് കൂട്ടുകൂടാം. സജ്ജനങ്ങളോട് കൂടി കൂട്ടുകൂടുമ്പോ അവര് ഭഗവത് കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. അങ്ങനെ നമ്മുടെ ഉള്ളില് ഭക്തി ഉണ്ടാകും. സ്മരന്തി സ്മാരയന്തി എന്നാണ്. അവരോർക്കുക മാത്രമല്ല നമ്മളെ ഓർമ്മിപ്പിക്കും. ആ ഭഗവാന്റെ അടുത്ത് പൊയ്ക്കോളോ, ആ ഭഗവത് കഥ ഇന്നതാണ് കേട്ടോ, ഭഗവാൻ നരസിംഹനായിട്ട് അവതരിച്ച് പ്രഹ്ലാദനെ രക്ഷിച്ചു കേട്ടോ, കൂർമ്മമായിട്ട് അവതരിച്ച് പർവ്വതത്തിനെ ഉയർത്തിയിട്ടോ എന്നൊക്കെ പറയുമ്പോ ആ ഭഗവാന്റെ കാരുണ്യ കഥകള് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് നിറയും. ആ ഉള്ളിൽ നിറയ്ക്കണം. അപ്പൊ പറയണം, ഈ മായാക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഭക്തി വേണം, സജ്ജന സംഘം വേണം, സമദൃഷ്ടി. എന്ത് വന്നാലും ഒരേപോലെയുള്ളൊരു കാഴ്ചപ്പാട്, നല്ലതോ ചീത്തയോ എന്നുള്ള നോട്ടമില്ല, എന്ത് തന്നാലും ഭഗവത് അനുഗ്രഹം എന്നുള്ളൊരു ബുദ്ധി വേണം. അങ്ങനെ വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. അതിനെന്താ വേണ്ടത്? അധികം ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് പലതും പറയുമ്പോൾ, അല്ലെ? അധികം പറയുന്നവൻ കളവ് പറയും, കുറേ സംസാരിക്കും. ചെറിയ കുട്ടികൾ കണ്ടുണ്ടോ? സ്കൂളിൽ തോന്നിട്ടുള്ള വിവരങ്ങളും രഹസ്യങ്ങളൊക്കെ പറയും. അത് മുത്തശ്ശിമാരോടൊക്കെ അറിയാം. ആ പറയുന്ന സ്ഥലത്ത് പകുതിയെ സത്യം ഉണ്ടാവുള്ളൂ, അതില് ബാക്കി പകുതി അവരുടെ ഭാവനയിൽ പറയാം. അതുപോലെ അധികം പറയുമ്പോൾ കളവ് പറഞ്ഞെന്ന് വരും. കുട്ടികൾ പറയുമ്പോൾ സന്തോഷം, വലിയവർ പറഞ്ഞാലോ ഇല്ലാത്തത് പറയാ, അത് അരുത് എന്ന് പറയണേ. അതുകൊണ്ട് പ്രാകൃത ജനങ്ങളോടുകൂടി കൂട്ടുകൂടരുത്. ദുഷ്ടജനങ്ങളെ കണ്ടാൽ ദൂരെ വിലകുന്ന പറഞ്ഞു. അവൻ അറിവുള്ളവനായിട്ട് കാര്യമില്ല, വിദ്വാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദുഷ്ടബുദ്ധിയാണോ? കൂട്ടുകൂടണ്ട. വിഷകുംഭം വയോമുഖം. അടിയിൽ മുഴുവൻ വിഷം വെച്ച് മുകളിൽ പാല് പോലെ വെച്ചിരിക്കുന്നേ ഉള്ളൂ. കണ്ട് പാലാണെന്ന് പറഞ്ഞ് കുടിച്ചാൽ ജീവൻ പോയി. അതുകൊണ്ട് ദുഷ്ടന്മാരെ കാണുമ്പോൾ ദൂരെ പൊക്കോളൂ. ഏകാന്ത ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് പരമാത്മാവിനെ ധ്യാനിക്കാൻ കൂടുതൽ സന്ദർഭം കിട്ടുക. നമുക്ക് തിരക്ക് ബഹളമാകുമ്പോൾ നമ്മൾ പറഞ്ഞാലും വായി നാവ് പറഞ്ഞാൽ തന്നെ അതിൽ മനസ്സിലിക്കില്ല. അതുകൊണ്ട് കുറെ ഏകാന്തമായ സ്ഥലത്ത് ഇരിക്കുക. ഇനി വേദാന്ത അർത്ഥങ്ങളൊക്കെ എന്താണോ പറയുന്നത് അതിന്റെ ആശയം ഉൾക്കൊള്ളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ജ്ഞാനവും അകതാരീനുറച്ചു ചമഞ്ഞിടും. അവിടെ നമ്മുടെ ഉള്ളില് ജ്ഞാനം ഉണ്ടാകും. ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ മുക്തി സ്വരൂപം വ്യക്തം.
ജ്ഞാനാത് ഹൃദേ ന മുക്തിഹീനാണ്. ജ്ഞാനമില്ലെങ്കിൽ മുക്തിയില്ല. അപ്പൊ ജ്ഞാനം ഉണ്ടാകാനായിട്ട് ഭക്തി ഉണ്ടെങ്കിൽ ജ്ഞാനം, ഭക്തി കൊണ്ട് ജ്ഞാനം ഉണ്ടാക്കി ആ ജ്ഞാനം കൊണ്ട് മുക്തി നേടണം. അങ്ങനെ പറയാണ്. ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ. ആത്മാവല്ല ദേഹം, പ്രാണം, അഹങ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നും ആത്മാവല്ല. പക്ഷേ പരമാത്മാവ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ളതായ ചിത്തായ ജ്ഞാനസ്വരൂപനായ ശുദ്ധമായ ശാന്തമായ ഒരു രൂപമാണ്. അതുകൊണ്ട് ഭക്തി കൊണ്ട് ജ്ഞാനം ഉണ്ടാക്കുക, ജ്ഞാനം കൊണ്ട് പരമാത്മാവിനെ പ്രാപിക്കാൻ സാധിക്കുക. ആ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ വിശേഷ ജ്ഞാനം വേണം, വ്യക്തമായിട്ടുള്ള ജ്ഞാനം. അതെന്താണെന്ന് അറിയാൻ പഠിപ്പിച്ചു തരാം. സർവത്ര കാണുന്നതൊക്കെ ഈശ്വരനാണ് എന്നുള്ള സങ്കല്പം. ഈ കാണുന്നതൊക്കെ എന്റെ പോലുള്ളതായ ആത്മാവിന്റെ ഉടമയാണ്. ഇത് പുല്ലാണ്, ഇത് പുഴുവാണെന്ന് ചിന്തിക്കണ്ട. എല്ലാം എൻ്റെ കുടുംബക്കാരാണ് എന്ന് ചിന്തിച്ചാൽ അവിടെ റൈറ്റ് തരും, മാർക്കിട്ട്. ഭഗവാൻ നമുക്ക് മാർക്കിട്ടുണ്ട്. ആ ഭഗവാൻ ഒരേ ഒരാളാണ്. ഈ ഒരേ ആള് തന്നെ പല രൂപത്തിൽ കാണുന്നു. അത് എങ്ങനെയെന്ന് ചോദിച്ചു. നമ്മുടെ വീട്ടിലിപ്പോ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ട്. സൂര്യനെ നമ്മള് ഒരു പാത്രത്തിലാക്കിയിട്ട്, ഇപ്പൊ എന്റെ കണ്ടോ, എന്റെ സൂര്യനെ കണ്ടോ നിങ്ങള് എന്ന് പറഞ്ഞ പാത്രത്തിൽ വെള്ളത്തിൽ കാണിച്ചു കൊടുക്കുക. വേറൊരാൾ വലിയൊരു കൊട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിന് എന്റെ സൂര്യത്തിൽ വലുതാട്ടോ എന്ന് പറഞ്ഞ് വലിയ സൂര്യനെ കാണിച്ചു. അപ്പോഴാണ് വേറൊന്നും വരും, വരൂ എന്ന് പറഞ്ഞ് കുളത്തിലേക്ക് കൂട്ടിട്ട് പോയി. നിശ്ചലമായ കുളത്തിൽ സൂര്യന്റെ പ്രതിബിംബം. അപ്പൊ ഇത് എത്ര വലിയ സൂര്യനാ നോക്കൂ. അപ്പൊ എന്റെ സൂര്യൻ വലുത്, നിന്റെ സൂര്യൻ ചെറുത്, ഇത് ചെറിയ സൂര്യൻ, ഇത് വളഞ്ഞ സൂര്യൻ എന്നൊക്കെ പറയുമ്പോ ആ സൂര്യൻ എല്ലായിടത്തും ഒന്ന് തന്നെ. അതിന്റെ ഉപാധികളിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് സ്വീകരിക്കുന്ന രൂപം അല്ലെ. തീപ്പെട്ടിക്കൊള്ളി, അതിലുള്ള അഗ്നിയും ഒന്നാണ്, കാട്ടുതീയിൽ അഗ്നിയും ഒന്നാണ്, വിളക്കിലെ തീയും ഒന്നാണ്. പക്ഷെ തീക്കില്ല വ്യത്യാസം. അതിനെല്ലായിടത്തും ചൂട് എന്നുള്ള സ്വഭാവമുണ്ട്, പ്രകാശം എന്നുള്ള സ്വഭാവമുണ്ട്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. അത് മനസ്സിലാക്കിയാൽ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായി തീരുക. ജ്ഞാനം കൊണ്ട് ഉപഗമ്യൻ, ജ്ഞാനം കൊണ്ട് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ യോഗിനാം ഏകാത്മനാം, യോഗികൾക്ക് മനസ്സിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് ആ ഭഗവാന്റെ പാദം തന്നെയാണ് ശരണം. അതുകൊണ്ടാണ് പറഞ്ഞത് യോഗീന്ദ്രാണാം തദംഗേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസു. മുക്തി വേണമെന്നുള്ളവര് ഭഗവാന്റെ പാദത്തെ സ്മരിക്കുമത്രേ. ഭഗവത് പാദത്തെ ആശ്രയിക്കും. ആ പാദം മുക്തി കിട്ടണമെന്നുള്ളവർക്ക് താമസ സ്ഥലമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഭക്താനാം കാമവർഷദ്യുതരു വിസലയം, ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ മുഴുവൻ നടത്തുന്ന ഒരു കൽപ്പവൃക്ഷമാണ് എന്ന് പറഞ്ഞു. അതെനിക്ക് ഉണ്ടാകണേ കൃഷ്ണ കാരുണ്യ സിന്ധോ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെയാണ് ആത്മകാര്യങ്ങളൊക്കെ കൂടിച്ചേർന്ന് ലയിച്ചുണ്ടാകുമ്പോൾ വരുന്ന ഒരവസ്ഥ എന്താണ്? അതിനാണ് മുക്തി എന്ന് പറയാ. ലക്ഷ്മണ, നീ മുക്തിയെ കുറിച്ചല്ലേ ചോദിച്ചത്? മുക്തി കിട്ടാൻ ഇതാണ് ഏറ്റവും എളുപ്പ വഴി. ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ള വണ്ണമേ പരമാനൂമിതറിയുവാനും ഉള്ളം നൽകുള്ളതോ ജഗത്തിങ്കൽ. ഇതറിയണമെങ്കിൽ ഉള്ളു നമുക്ക് വേണം. അകം ശുദ്ധമാണ്. അകമേ ശുദ്ധമായ ഭഗവാനകത്ത് തന്നിരിക്കുന്നു. ശുദ്ധേ മനസ്സിൽ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണത്? കണ്ണുണ്ടായിട്ട് കാര്യമില്ല. കണ്ണിന്റെ വെളിച്ചം വേണം. ആ വെളിച്ചമാണ് നമ്മളെ നയിക്കുക. അതുപോലെ തന്നെ വഴിയറിയാനായിട്ട് ശ്രീരാമഭക്തിയാവുന്ന കണ്ണ് ഉണ്ടെങ്കിൽ അവൻ